കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും, പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞാൽ പണി കിട്ടുകയും ചെയ്യും. അപ്സരയ്ക്ക് ബിഗ് ബോസിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ജിൻഡോ ആ കാര്യം അപ്സരയോടും രതീഷിനോടും ഇരുന്ന് പറയുന്നുമുണ്ട്. ആദ്യത്തെ ആഴ്ചകളിലൊക്കെ എന്തൊരു അടിപൊളി ഗെയിമറായിരുന്നു നീ, എന്താണെങ്കിലും ലാസ്റ്റ് ഫൈനൽ ഫൈവിൽ ഉറപ്പായിട്ടും അപ്സര ഉണ്ടാവുമെന്ന് എല്ലാ മലയാളി പ്രേക്ഷകരും ഒരുപോലെ വിശ്വസിച്ചതാണ്. ഹൗസിലുള്ളവർക്കും ആ ഒരു കാര്യത്തിൽ എതിരെ അഭിപ്രായം ഒന്നുമില്ലായിരുന്നു. അപ്സര എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. നോമിനേറ്റ് ചെയ്യാൻ പോലും ഒരു കാരണം കിട്ടാതെ പലപ്പോഴും പലരും കുഴഞ്ഞിട്ടുണ്ട് അപ്സരയെ. ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന എപ്പിസോഡുകളിലെല്ലാം അപ്സരയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. അതുപോലെ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നപ്പോഴും അപ്സരയെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് അപ്സര അങ്ങ് മറന്നുപോയി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ഇവിടുന്ന് പോയാലും താൻ ഔട്ടാവില്ല എന്ന് ശരിക്കും ഒരു കോൺഫിഡൻസ് അപ്സരയുടെ മനസ്സിൽ വന്നു. അതുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് തന്നെ എവിക്റ്റായി പോയത്. ജിൻഡോ ആ കാര്യമാണ് അപ്സരയോട് എടുത്ത് പറയുന്നത്. നീ ഗ്രൂപ്പ് കളിക്കാതെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ നീ ഫൈനൽ ഫൈവിൽ എത്തിയേനെ, നീ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അടിപൊളി ആയേനെ എന്നൊക്കെ. ഒരുപക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് അപ്സരയ്ക്കും ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവാം. തിരിച്ച് റീ എൻട്രി നടത്തിയപ്പോൾ ജിൻഡോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അപ്സരയ്ക്കും ഒരു സങ്കടം തോന്നി. ശരിയാണ് ജിൻഡോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നേനെ. എന്തു പറയാനാണ്, എല്ലാം സംഭവാമി യുഗേ യുഗേ. അങ്ങനെയാണ് അപ്സരയും